എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച സുഷമ സ്വരാജ്. സൗഹൃദത്തിന് പാകിസ്ഥാൻ പകരം നൽകിയത് പഠാൻകോട്ടും ഉറിയും. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം, അതിനിയും അങ്ങനെ തന്നെ തുടരും. ബലൂചിസ്ഥാനിൽ നടക്കുന്നത് ഭരണകൂട ഭീകരതയെന്നും വിദേശകാര്യമന്ത്രി. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറില്ല. സ്വാശ്രയ വിഷയത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. നിയമസഭയുടെ ആദ്യ ദിനം ബഹളത്തിൽ മുങ്ങി. സെക്രട്ടേറിയറ്റ് പടിക്കലെ KSU സമരത്തിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസുമായുള്ള സർക്കാർ ചർച്ച പരാജയം. സമരം തുടരും. നീറ്റ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കോഴി നികുതിയിൽ ചട്ടവിരുദ്ധ ഇളവ് നൽകാൻ KM മാണി നേരിട്ടിടപെട്ടുവെന്ന് വിജിലൻസ്. കോടതിയിൽ തെളിവുകൾ ഹാജരാക്കി. ബാർ കോഴക്കേസിൽ K ബാബുവിന്റെ ഭാര്യയെയും ചോദ്യം ചെയ്തു. ബാബുവിന്റെ അനിയനിലേക്കും അന്വേഷണം. തുഷാർ വെള്ളാപ്പള്ളി NDA സംസ്ഥാന കൺവീനർ. കുമ്മനം ചെയർമാൻ. രാജൻ ബാബുവും CK ജാനുവും അടക്കം മുന്നണിക്ക് 11 അംഗ നേതൃത്വം. തീരുമാനം. അമിത്ഷാ പങ്കെടുത്ത യോഗത്തിൽ BDJSന്റെ കേന്ദ്ര പദവികളിൽ തീരുമാനമായില്ല. 500ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര ജയം. 197 റൺസിന് ന്യൂസിലാൻഡിനെ വീഴ്ത്തി ഇന്ത്യക്ക് വിജയ വഴി തുറന്നത്. 10 വിക്കറ്റുകൾ കൊയ്ത അശ്വിൻ. മെഡിക്കൽ പ്രവേശനത്തിൽ നീറ്റ് അട്ടിമറിക്കാൻ മാനേജ്മെന്റുകളെ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. സ്വാശ്രയ മേഖലയിൽ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് തീവെട്ടിക്കൊള്ളയാണെന്നാരോപിച്ച് നിയമസഭാ നടപടികൾ പ്രതിപക്ഷം സ്തംഭിപ്പിച്ചു. സമരം ചെയ്യുന്ന യുവജന സംഘടനകളുമായി ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സഭയ്ക്കകത്തെ സമരം പ്രതിപക്ഷം അവസാനിപ്പിച്ചത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് വർധന മുൻ ആരോഗ്യമന്ത്രി കൂടിയായ VS ശിവകുമാറാണ് അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ചത്. കഴിഞ്ഞ വർഷം 1,85,000 ഫീസ് ഇത്തവണ 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത് മാനേജ്മെന്റുകൾക്കുള്ള സർക്കാരിന്റെ ഒത്താശയാണെന്ന് ശിവകുമാർ ആരോപിച്ചു. എന്നാൽ മാനേജ്മെന്റുകളുമായി ഉണ്ടാക്കിയ ധാരണയിലൂടെ കൂടുതൽ മെറിറ്റ് സീറ്റുകൾ നേടിയെടുക്കാനായെന്നതായിരുന്നു ആരോഗ്യമന്ത്രി KK ശൈലജയുടെ മറുപടി. നവംബർ 30 മുമ്പ് അലോട്ട്മെന്റ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് അപ്പീൽ നൽകാതിരുന്നതെന്നും ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വാശ്രയ മാനേജ്മെന്റുകളുമായി കരാർ ഒപ്പിട്ട ശേഷം ചില ഭരണപക്ഷ നേതാക്കൾ സ്വന്തം മക്കൾക്ക് അഡ്മിഷൻ നേടിയെടുത്തുവെന്ന ആരോഗ്യമന്ത്രിയുടെ പരാമർശം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. ലുക്രേറ്റീവ് ബിസിനസ്സായി, ഏറ്റവും വലിയ വ്യവസായമായി ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ നിങ്ങൾ ഈ കരാറിലൂടെ ചെയ്തത്. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും വാക്കൌട്ട് നടത്താതെ സഭയിൽ സമരം തുടരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുകയായിരുന്നു. സർക്കാർ സ്പോൺസേഡ് തീവെട്ടിക്കൊള്ളയാണ് സ്വാശ്രയ മേഖലയിൽ നടക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യവുമായി നടുത്തളത്തിലിറങ്ങിയതോടെ 1 മണിക്കൂറോളം നേരം സ്പീക്കർക്ക് സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് കക്ഷി നേതാക്കളുമായി സ്പീക്കർ നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി സഭയിൽ പ്രസ്താവന നടത്താൻ ധാരണയായത്. നീറ്റ് അട്ടിമറിക്കാൻ ഒരു മാനേജ്മെന്റുകളെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി സഭയ്ക്ക് ഉറപ്പു നൽകി. തലവരി പണം വാങ്ങുന്നവർക്കെതിരെ നടപടി വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് സഭാ നടപടികളുമായി തുടർന്ന് സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാവുകയായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ TV രാജേഷ് MLA CPIM, T സിദ്ദിഖ് കോൺഗ്രസ്, ഒപ്പം ശ്രീ അനിൽ മാനേജ്മെന്റ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ TV രാജേഷ്, സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അന്യായമായി നടത്തിയ ഫീസ് വർധനയിൽ കേരളീയർക്കാകെ, ഈ സമൂഹത്തിനാകെ പ്രതിഷേധമുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ സമരത്തെ ചോരയിൽ മുക്കിക്കൊന്നാൽ ആ പ്രതിഷേധം ഇല്ലാതാകുമെന്ന മൗഢ്യം സർക്കാരിനുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ ഒരു തരത്തിലും മാനേജ്മെൻറ്റുകൾക്ക് കൊള്ള നടത്താനുള്ള ഒരവസരവും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെന്നതുപോലെ ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ കണക്കുകൾ വ്യക്തമാണ്. ഇത് ബഹുമാന്യമായിട്ടുള്ള ആരോഗ്യമന്ത്രിയും ബഹുമാനായ മുഖ്യമന്ത്രിയും സഭയിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ കേരളത്തിൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 14 കോളേജുകൾ മാത്രമാണ് കരാറിൽ ഒപ്പിട്ടത്. ഇത്തവണ അത് 20 കോളേജാക്കി ഉയർത്താൻ സർക്കാരിന് കഴിഞ്ഞു. കഴിഞ്ഞ തവണ മാറി നിന്ന പല കോളേജുകളെയും ഈ ഒരു ധാരണയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. ഇനി മെറിറ്റ് സീറ്റുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഇത്തവണ മെറിറ്റ് സീറ്റുകളുടെ എണ്ണം 2300-ൽ 1150 വർദ്ധിച്ചു. അതുപോലെ തന്നെ ഏറ്റവും പാവപ്പെട്ട VPL, SCBC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം 329 സീറ്റിലാണ് പഠിക്കാൻ കഴിഞ്ഞതെങ്കിൽ അത് 460 ഏതാണ്ട് 131 സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാശ്രയ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. എന്തായിരുന്നു സർക്കാരിന് കൂടുതൽ സീറ്റുകൾ എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കണം.
മെറിറ്റ് സീറ്റിൽ 30% സീറ്റിൽ സർക്കാരിന് 65,000 കൂടുതൽ രൂപയാണ് മാത്രമല്ല, അധികമായി ഈ സർക്കാരിന് വർഷം കൂടുതൽ ഫീസ് സീറ്റ് കൊടുക്കേണ്ടത്. മാത്രമല്ല. അതായത് അല്ല. 1,85,000 ആയിരുന്നത് 2.5 ലക്ഷമായി മാറി. മാനേജ്മെന്റ് സീറ്റിൽ 2.5 ലക്ഷമാണ് വർദ്ധിപ്പിച്ച ഫീസ്. 8.5 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷമായി. NRI സീറ്റിലും സമാനമായ വിധത്തിൽ 2.5 ലക്ഷം വർദ്ധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആകെ സീറ്റുകളുടെ എണ്ണം എടുത്താൽ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് 16 കോടി രൂപയുടെ അധിക ലാഭം ഉണ്ടാകുമ്പോഴാണ് സർക്കാരിന് കുറച്ച് സീറ്റുകൾ അധികമായി കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇവിടെ യാതൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, സഖാ VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, LDF സർക്കാരിൻ്റെ കാലത്ത് സർക്കാരുമായി ധാരണയുണ്ടാക്കിയിട്ടുള്ള മാനേജ്മെന്റുകൾ പോലും യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ധാരണയിൽ നിന്ന് പിന്മാറി. അതിൻ്റെ കാരണം എന്താണ്? ചില കോളേജുകൾക്ക് ഇഷ്ടദാനമായിരുന്നു. അവർക്ക് 3 വർഷത്തെ കരാർ, യഥേഷ്ടം ഫീസ് പിരിക്കാൻ 3 വർഷത്തെ കരാറ് ഈ കഴിഞ്ഞ സർക്കാരാണ്, UDF സർക്കാരാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത്. ആ സ്ഥിതി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ തലവരി സമ്പ്രദായം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ശക്തമായ നടപടി കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മാനേജ്മെന്റുകളുടെ സീറ്റുകളുടെ, അതുപോലെ NRI സീറ്റിന്റെ കാര്യത്തിൽ, ഫീസിന്റെ കാര്യത്തിൽ ചെറിയ വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തലവരി അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. മറ്റ് പല രൂപത്തിലുള്ള ഫീസും കോളേജുകൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അതിന് വ്യക്തമായ എഗ്രിമെന്റ് ഉണ്ടാക്കി. അങ്ങനെ സ്വാശ്രയ കൊള്ളയ്ക്ക് വലിയൊരളവിൽ അറുതി വരുത്താൻ തടയിടലാകുമെന്ന പ്രശ്നം വരുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പക്ഷേ T. സിദ്ദിഖ്, കഴിഞ്ഞ വർഷം UDF സർക്കാരിന്റെ കാലത്ത് സർക്കാരിന് 750 സീറ്റുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ കുറി അത് 1150 സീറ്റുകളായി ഉയർന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സർക്കാരുമായി യാതൊരു കരാറും ഒപ്പിടാതെ സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തിയിരുന്ന മാനേജ്മെന്റുകൾ ഈ കുറി സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറായി. അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഫീസ് വർധന എന്നുള്ളതാണ് സർക്കാരിന്റെ ന്യായം. എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ഒന്ന്, ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, രാജേഷ് തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചു, NRI തലവരി വാങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഫീ കൂട്ടിയിരിക്കുന്നത്. അപ്പോ തലവരി എന്ന് പറയുന്ന സാധനത്തെ ഔദ്യോഗികവൽക്കരിച്ച് ഫീസ് കൂട്ടി എന്നുള്ളതാണ് ശ്രീ രാജേഷ് പറയാതെ പറഞ്ഞു വെച്ചത്. ഇതിൽ പരം നാണക്കേട് വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ഉണ്ടോ? ഞാൻ രാജേഷിനോട് ഒറ്റ കാര്യം ചോദിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം സ്വാശ്രയ ഫീസ് കൂട്ടിയതായിരിക്കുന്ന ഒരു ചരിത്രം ഏതെങ്കിലും ഒരു വർഷം കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന്, ഇതിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്തോ. നിങ്ങൾ എടുത്തിരിക്കുന്ന ആദ്യം തന്നെ നിങ്ങൾ BDSന്റെ സീറ്റ് എടുത്തു. BDSന്റെ സീറ്റിൽ നിങ്ങൾ എന്താ പറഞ്ഞേ? ഏകീകൃത ഫീസ് സമ്പ്രദായം. ഏകീകൃത ഫീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേരളത്തിൽ മാനേജ്മെന്റിനും മെറിറ്റിനും അതിഭീകരമായിട്ടുള്ള ഫീസ് കൂട്ടിയപ്പോ കേരളത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. പിന്നീട് നിങ്ങൾക്കത് മാറ്റേണ്ടി വന്നു. കൂട്ടി നിങ്ങൾ മാറ്റി. ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം എന്താ? 2009 LDF സർക്കാരിന്റെ സമയത്ത്, ഇതിനെ കണക്കൊന്നും നോക്കണം, LDF സർക്കാരിന്റെ സമയത്ത് 2009 മെറിറ്റിലുണ്ടായിരുന്ന ഫീ 45,000 രൂപ. ആ 45,000 രൂപയിൽ നിന്ന് 1,38,000 2009 വർദ്ധിക്കുന്നു. 2011 UDF സർക്കാർ 1,38,000 UDF 2011. 2011 മുതൽ 2016 UDF ഇറങ്ങുന്നത് വരെയുള്ള ഫീ 1,85,000. അതായത് നിങ്ങൾ അറിയണം, 5 വർഷത്തെ UDFന്റെ 5 വർഷക്കാലത്തെ MBBSന്റെ മെറിറ്റിന്റെ വർധനവ് 47,000 രൂപ. എഴുതി വെച്ചോ രാജേഷെ, 47,000 UDF 5 കൊല്ലത്തെ വർധനവ്. നിങ്ങൾ 1 കൊല്ലത്തെ വർധനവ് എത്രയാ? 65,000. നിങ്ങൾ എഴുതേണ്ട കണക്കാണ്. 65,000 ഒരൊറ്റ വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചു. ഞങ്ങളുടെ 1 വർഷത്തെ ശരാശരി വർധനവ് 6.8% നിങ്ങൾ 1 വർഷം വർദ്ധിപ്പിച്ചിരിക്കുന്നത് 34.14%. ഇത് മെറിറ്റിന്റെ കണക്കാ, മാനേജ്മെന്റിന്റെ അല്ല, മെറിറ്റിന്റെ കണക്ക്. ഇനി മാനേജ്മെന്റിന്റെ NRIന്റെയും കണക്ക് അതിനേക്കാൾ ഭീകര. ഇപ്പൊ രാജേഷ് ഇവിടെ പറഞ്ഞല്ലോ, ഫീസിന്റെ സീറ്റിന്റെ എണ്ണം കൂട്ടിക്കിട്ടി. ആരാ രാജേഷ് നിങ്ങളെ ഈ കരാറിൽ ഒപ്പിടാത്തത്? ഇത്രയധികം ഫീസ് കൂട്ടിക്കിട്ടുന്നതായിരിക്കുന്ന ഒരു കരാറിൽ ആരാ ഒപ്പിടാത്തത്? ആരും വന്ന് ഒപ്പിടും. ആരാ ഒപ്പിടാതെ നിൽക്കുക? ആരാ മാറി നിൽക്കുക? എല്ലാവരും വന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സർക്കാരിന്റെ CPIMന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണല്ലോ
നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ്? നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കുറയ്ക്കോ? ഇന്നുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ചർച്ച നടന്നു. ആ ചർച്ചയിൽ മന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇനി മാനേജ്മെന്റ് അംഗീകരിക്കില്ല. ഇനി മാനേജ്മെന്റ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കേണ്ട സന്ദർഭത്തിൽ അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. അംഗീകരിക്കില്ല. മടങ്ങി വരാം ഞാൻ ശ്രീ സിദ്ദിഖ്. ശ്രീ ടി വി രാജേഷ്, ഇവിടെ ശ്രീ ടി സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷം 45,000 രൂപ പടിപടിയായി ഓരോ വർഷവും മെറിറ്റ് സീറ്റിൽ കൂട്ടിയിരുന്നുവെങ്കിൽ ഒറ്റയടിക്ക് ഒരൊറ്റ വർഷം 65,000 രൂപ മെറിറ്റ് സീറ്റിൽ മാത്രം ഫീസ് ഇനത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതേമാതിരി മാനേജ്മെന്റ് സീറ്റിൽ ഒരൊറ്റയടിക്ക് ഒരൊറ്റ വർഷം 2,50,000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. NRI സീറ്റിലും സമാനമായ വിധത്തിൽ. നോക്കൂ, ഈ കരാർ കൊണ്ട് മാനേജ്മെന്റുകൾക്കുണ്ടാകുന്ന നേട്ടം എത്ര വലുതാണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ മാനേജ്മെന്റ് പക്ഷത്താണെന്ന് ആക്ഷേപിക്കപ്പെടുന്നത്. അല്ല, ഇവിടെ മാനേജ്മെന്റുകൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങൾ മാനേജ്മെന്റ് ആളുകളാണെന്ന് വാദിക്കുന്ന ബഹുമാനായ സിദ്ദിഖിനോട് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ബഹുമാനായ സിദ്ദിഖ് മറുപടി പറയേണ്ടുന്ന ഒരു കാര്യം, ഇന്റർ ചർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷന്റെ കോളേജുകൾക്ക് 2018 വരെ 4 ലക്ഷം രൂപ ഫീസ് വാങ്ങാൻ കരാർ ഉണ്ടാക്കി കൊടുത്ത ഒരു സർക്കാരിന്റെ വക്താവാണ് ഈ സിദ്ദിഖ്. ഉമ്മൻചാണ്ടി സർക്കാർ, ബഹുമാനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് 2018 വരെ കരാർ ഉണ്ടാക്കി കൊടുത്തത്. 4 ലക്ഷമാണ് ഫീസ് നിശ്ചയിച്ചത്. അപ്പോൾ ഒരു മെറിറ്റ് സീറ്റിൽ 4 ലക്ഷം രൂപ നിങ്ങളല്ലേ കരാർ ഉണ്ടാക്കി കൊടുത്തത്? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ തലവരിയൊന്നും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. ഒരു കാര്യം സിദ്ദിഖിന് ആർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. സ്വാശ്രയ മാനേജ്മെന്റ് കോളേജിൽ തലവരിയുണ്ട്, ക്യാപിറ്റേഷൻ ഫീ ഉണ്ട്. സുപ്രീം കോടതി പറഞ്ഞു ക്യാപിറ്റേഷൻ ഫീ നിരോധിക്കണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വാശ്രയ പ്രശ്നം സങ്കീർണമാക്കിയതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ? നിങ്ങൾ 2003 നിങ്ങളുടെ ഗവൺമെന്റ് ശ്രീമാൻ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ സ്വാശ്രയ കോളേജ് കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു 2 സ്വാശ്രയ കോളേജ് സമം ഒരു ഗവൺമെന്റ് കോളേജ്. ഒരു കരാറിൽ ഒപ്പിടാൻ നിങ്ങൾ കഴിഞ്ഞോ? ഇനി പോട്ടെ, അതിനുശേഷം ഇടതുപക്ഷ സർക്കാർ നിയമം കൊണ്ടുവന്നു. എന്തുകൊണ്ട് നിയമം നിലനിൽക്കുന്നില്ല? എന്തുകൊണ്ട് മാനേജ്മെന്റുകൾ പരസ്യമായി ഗവൺമെന്റ് വെല്ലുവിളിക്കുന്നു? ഈ സാഹചര്യം സൃഷ്ടിച്ചത് നിങ്ങളുടെ പിടിപ്പുകേടാണ്, നിങ്ങളുടെ മാനേജ്മെന്റ് പ്രീണന നിലപാടാണ്. ഇവിടെ വിഷയം 2 സർക്കാർ, കേന്ദ്ര സർക്കാർ നിങ്ങളുടെ വന്നു സ്വാശ്രയ കോളേജുകൾ വഞ്ചിച്ചു എന്ന് ഈ കേരളത്തിൽ വന്ന് മാറത്തടിച്ച് നിലവിളിച്ച ശ്രീമാൻ AK ആന്റണിക്ക് നിർണായകമായ റോൾ ഉണ്ടായിരുന്നു UPA സർക്കാരിന്റെ കാലത്ത്. നിങ്ങൾക്ക് നിയമം കൊണ്ടുവരാമായിരുന്നു, കേന്ദ്ര സർക്കാരിന് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറായില്ല. നിങ്ങൾ മാനേജ്മെന്റിന്റെ പക്ഷത്ത്. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് ശ്രീ അനിൽ മാനേജ്മെന്റുകളെ പ്രതിനിധീകരിച്ചു. ശ്രീ അനിൽ, നിർണായകമായ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നു. അതവിടെ നിൽക്കട്ടെ. വളരെ ശക്തമായ സമ്മർദ്ദം ഈ സർക്കാരിന് മേൽ ഫീസ് കുറയ്ക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുകയാണ് പ്രതിപക്ഷത്തിൽ നിന്ന്. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം. ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത് ഇനി മാനേജ്മെന്റുകളോട് ഫീസ് കുറയ്ക്കാൻ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും അഡ്മിഷൻ പ്രക്രിയ തുടങ്ങി, പ്രോസ്പെക്ടസായി, അങ്ങനെയുള്ള ന്യായങ്ങൾ ഉണ്ടാകാം. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ പരിഗണിച്ച് ഇനി അടുത്ത വർഷങ്ങളിലും നിങ്ങൾക്ക് കോളേജ് നടത്തേണ്ടതാണല്ലോ. സർക്കാരുമായി ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടോ? ഞങ്ങൾ ചോദിച്ച ഫീസ് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കൃത്യമായ വരവ് ചെലവ് കണക്ക് വെച്ചിട്ട് 15 ലക്ഷം യൂണിഫോം ഫീസ് കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. 15 ലക്ഷമായിരുന്നു ഞങ്ങളുടെ കണക്ക്. അത് ബഹുമാനപ്പെട്ട ജെയിംസ് കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ട്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 11 മുതൽ 15 ലക്ഷം വരെയാണ് യൂണിഫോം ഫീസ്. അതായത് കോളേജ് നടത്തിപ്പിൽ വന്ന ക്രമാതീതമായ ചെലവ് വർധന, ഡോക്ടർമാരുടെ ശമ്പളം, ഫാക്കൽറ്റീസിന്റെ ശമ്പളം, മറ്റ് നഴ്സുമാരുടെ ശമ്പളം എന്നെല്ലാം വെച്ച് നോക്കി കൃത്യമായ ഓഡിറ്റഡ് അക്കൗണ്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഫീസ് വർധനവുമായി മുന്നോട്ട് പോയത്. അത് ഈ വർഷം എല്ലാ വർഷത്തിനേക്കാളും കുറച്ച് കൂടുതൽ പെർസെൻറ്റേജ് ഞങ്ങൾ കിട്ടിയെന്നല്ലാതെ അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ഫീസല്ല ഒരിക്കലും ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഈ കരാർ വല്ല രീതിയിലും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ യൂണിഫോം ഫീസ് 11 ലക്ഷം രൂപ തരാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അപ്പോൾ അഡ്മിഷനും ഗവൺമെന്റ് നടത്തും. അത് നിങ്ങൾക്ക് സമ്മതമായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ സർക്കാരുമായി ചർച്ചയ്ക്കും പിന്നീട് ധാരണയ്ക്കും പോയത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങളൊരു കരാർ ഉണ്ടാക്കിയതിന് ശേഷവും പല കോളേജുകളിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന വസ്തുത പുറത്തേക്ക് വരികയാണ്. മാനേജ്മെന്റ് സീറ്റിൽ നീറ്റിന്റെ ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ പ്രവേശനമാകാവൂ എന്ന നിർദ്ദേശം, എന്ന ഉത്തരവിരിക്കെ
പലയിടങ്ങളിലും തിരികെ കയറ്റലുകൾ നടക്കുന്നുണ്ട്. അർഹരായ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട്. ജെയിംസ് കമ്മിറ്റിക്ക് മുൻപിൽ പരാതികൾ കുന്നുകൂടുകയാണ്. ഇങ്ങനെ ഒരു കരാർ ഉണ്ടായതിനു ശേഷവും ലവലേശം മര്യാദ മാനേജ്മെന്റുകൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തവുമാണ്. ശ്രീ അനിൽ, കേൾക്കുന്നില്ല കേട്ടോ. അക്കാര്യത്തിന് മറുപടി ഉണ്ടോ? അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഇവിടെ കോടതിയുണ്ട്, ജെയിംസ് കമ്മിറ്റിയുണ്ട്, ഗവൺമെന്റിന് മറ്റ് മെഷീനറീസ് ഉണ്ട്. ഞങ്ങൾ വല്ല രീതിയിലും അനാവശ്യമായ ഫീസുകളോ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇവിടെ ജെയിംസ് കമ്മിറ്റി ഉണ്ട്. അനർഹരായവർക്ക് ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നില്ല, അതും കണ്ടുപിടിക്കാൻ ജെയിംസ് കമ്മിറ്റി ഉണ്ട്. ജെയിംസ് കമ്മിറ്റിയുടെ വളരെ വളരെ പരിപൂർണ മോണിറ്ററിംഗിലാണ് ഞങ്ങൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഞങ്ങൾ മെറിറ്റ് അട്ടിമറിച്ചത് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് നല്ലതായിരുന്നു. ജെയിംസ് കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് മെറിറ്റ് അട്ടിമറിച്ചതെന്ന്. നീറ്റിൽ ഉയർന്ന റാങ്കിലുള്ള ആളുകൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിൽ അവർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അവരുടെ പേര് ലിസ്റ്റിലില്ല, പലരും ലിസ്റ്റ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ജെയിംസ് കമ്മിറ്റി പരിശോധിക്കുന്നുണ്ടല്ലോ. ശരി, അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തട്ടെ. ഞാനിപ്പോൾ അത് പറഞ്ഞ് തർക്കിക്കുന്നില്ല. കാര്യങ്ങൾ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ചർച്ചയിൽ. ശ്രീ ടി സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസിനും KSUവിനും ഒക്കെ സമരം നടത്താനുള്ള എന്ത് അവകാശമുണ്ട്? കഴിഞ്ഞ 5 വർഷം ഭരിച്ചപ്പോൾ ഈ സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാൻ ഒരല്പമെങ്കിലും കഴിഞ്ഞിരുന്നോ സർക്കാരിന്? ശരിയാണ്, ചില കോളേജുകളുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിൽ ഒപ്പിട്ട സമയത്തെ ഫീസ് ഇപ്പോഴത്തെ ഫീസിനേക്കാൾ കുറവാണ് എന്ന് വാദിച്ചു നിൽക്കാം. അതിനപ്പുറത്ത് പ്രധാനപ്പെട്ട കോളേജുകൾ കരാറിന് പുറത്തായിരുന്നു. അവർ 100% സീറ്റിലും മുഴുവൻ സീറ്റിലും അവരുടെ സ്വന്തം ലിസ്റ്റ് അനുസരിച്ചായിരുന്നു പ്രവേശനം നടത്തിയത്. സർക്കാർ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ശ്രീ TV രാജേഷ് ചോദിച്ചല്ലോ, ഏറ്റവും ഒടുവിൽ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ മെഡിക്കൽ കോളേജുകളുമായി കരാർ ഒപ്പിട്ടത് 3 വർഷത്തേക്കാണ്. അതെങ്ങനെയാണ് 3 വർഷത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു കരാർ ഒപ്പിടുക എന്ന സംശയം തന്നെ അക്കാര്യത്തിൽ സംഗതമാണ്. ഒന്ന് ഈ മെറിറ്റ് സീറ്റ് എണ്ണം കൂടുതൽ കൈകാര്യം ചെയ്യാൻ സർക്കാരിന്റെ കയ്യിലേക്ക് വന്നു എന്നുള്ളതാണ് രാജേഷിന്റെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാദഗതി തന്നെ. അങ്ങനെ രാജേഷെ, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ്, ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ്, പാരിപ്പള്ളി കോളേജ്, ഈ കോളേജിലേക്കൊക്കെ അഡ്മിഷൻ നടത്താനുള്ളതായിരിക്കുന്ന സൗകര്യം നഷ്ടപ്പെടുത്തിയത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷന് കുട്ടികൾക്ക് ഗവൺമെന്റ് കോട്ടയിൽ സൗകര്യമായി അഡ്മിഷൻ നടത്താനുള്ളതായിരിക്കുന്ന സൗകര്യം നിഷേധിച്ചത് നിങ്ങളുടെ ഗവൺമെന്റാ. 1. 2, കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ അവസ്ഥ എന്തായിരുന്നു? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 കൊല്ലം ഭരിച്ചപ്പോ സ്വാശ്രയ മേഖലയിൽ എല്ലാ വർഷവും അഡ്മിഷൻസിന്റെ വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു. തുടക്കത്തിൽ പ്രശ്നങ്ങൾ, കുട്ടികൾ മുഴുവൻ അന്യ സംസ്ഥാനത്തേക്ക് ചേക്കേറുന്ന സാഹചര്യങ്ങൾ, വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നസങ്കീർണമായിട്ടുള്ള കോടതിയുടെ ഇടപെടലും മാനേജ്മെന്റിന്റെ സമ്മർദ്ദങ്ങളും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും എല്ലാം കൂടെ ആയിട്ടുള്ള ആകെ കുഴപ്പങ്ങളായിരുന്നു. കഴിഞ്ഞ 5 വർഷം രാജേഷ് DYFIയുടെ ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷനാണല്ലോ. ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ 5 വർഷം UDFന്റെ ഗവൺമെന്റ് ഭരിച്ചപ്പോ കാതലായ ഒരു സമരം നടത്തേണ്ട സാഹചര്യം സ്വാശ്രയ മേഖലയിൽ DYFIക്ക് വന്നില്ല, SFIക്ക് വന്നില്ല. ഇവിടെ പ്രശ്നമില്ലായിരുന്നു. അതായിരുന്നു കാരണം. ഞങ്ങൾ പരമാവധി ആളുകളെ മുഴുവൻ, സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെയും വിധിയുടെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ സംരക്ഷണത്തിന്റെ ചട്ടം കിട്ടി എന്നുള്ളതല്ലാതെ പരമാവധി ആളുകളെ സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് മാനേജ്മെന്റുകളെ കൊണ്ടുവരാനും, അത് മാത്രമല്ല, ഞങ്ങൾ ഒരു വർഷം പോലും 10% കൂടുതൽ ഫീസ് വർധനവ് ഞങ്ങൾ കേരളത്തിൽ വരുത്തിയില്ല. ഒരു വർഷവും വരുത്തിയില്ല. ഇവിടെ അനിൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മാനേജ്മെന്റിന്റെ പ്രതിനിധിയായി, ഞങ്ങൾ ചോദിച്ചത് കിട്ടിയില്ല. ഞങ്ങൾ ഭരിച്ച സന്ദർഭത്തിലും ഇവർ ഇതുപോലെ കണക്കും കൊണ്ടുവന്നതാ. ആ കണക്ക് അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടിയില്ല. ഞാൻ രാജേഷോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നു. രാജേഷ്, ഇന്നിപ്പോ ശൈലജ ടീച്ചർ പറഞ്ഞല്ലോ ധാരണയായി കഴിഞ്ഞു, ഇനി മാനേജ്മെന്റ് സമ്മതിക്കില്ല എന്ന്. നിങ്ങൾ ധാരണയാക്കിയിരുന്നു BDSന് 4 ലക്ഷം. വലിയ പ്രതിഷേധം ഉണ്ടായല്ലോ. ആ പ്രതിഷേധം ഉണ്ടായപ്പോ നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങിയല്ലോ. എന്തേ നിങ്ങൾക്ക് നേരത്തെ ബുദ്ധിയില്ലായിരുന്നോ? ഇപ്പൊ നിങ്ങൾ ഒപ്പുവെച്ചു സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി. ശരി 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 ഓരോ കോളേജിനും 1.5-2 കോടി റുപ്യ ഓരോ വർഷവും അധിക ലാഭം ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ശരി, അതാണ് കോൺഗ്രസിന്റെ വിമർശനം. തുടരുക ശ്രീ TV രാജേഷ്. ഒപ്പിട്ട അഗ്രിമെന്റിൽ നിന്ന് പിൻവാങ്ങി. ശരി ശരി ശ്രീ TV രാജേഷ്, കഴിഞ്ഞ 5 വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇക്കുറി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം താങ്കൾ കാണുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ
കൂടുതൽ മെറിറ്റ് സീറ്റുകൾ 1150 മെറിറ്റ് സീറ്റുകൾ ഇക്കുറി ഉണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് അഡ്മിഷൻ നടത്താൻ കഴിയുന്ന സീറ്റുകൾ ഇക്കുറി ഉണ്ട് എന്ന് പറയുമ്പോൾ നോക്കൂ, BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ മുഴുവൻ സീറ്റുകളിലും സർക്കാരാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ മുഴുവൻ സീറ്റുകളിലും സർക്കാരാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. കേരളത്തിലും ആകാം. അതിന് തക്കവണ്ണമുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. അതായത് ഇന്ന് മാനേജ്മെന്റുകൾ അവരുടെ കോട്ട എന്ന പേരിൽ അലോട്ട്മെന്റ് നടത്തുന്ന മുഴുവൻ സീറ്റുകളിലും സർക്കാരിന് അലോട്ട്മെന്റ് ആകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സർക്കാർ അതിനെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ എങ്ങനെയാണ് ഈ പ്രശ്നത്തിലേക്ക് കടക്കുക? ബഹുമാനായ ശ്രീ അഭിലാഷ്, എനിക്ക് സിദ്ദിഖ് പറഞ്ഞ 1-2 കാര്യങ്ങൾ മറുപടി പറയണം. ഒന്നാമത്തെ കാര്യം, UDF ഗവൺമെന്റ് കാലത്ത് 10% കൂടുതൽ വർധന ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇന്റർ ചർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷന് 4 ലക്ഷം വാങ്ങാൻ 2018 വരെ കരാർ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളുടെ സർക്കാരാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വാശ്രയ വിഷയത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ ആദ്യത്തെ 3 വർഷം കേന്ദ്രവും സംസ്ഥാനവും ഒരു കക്ഷിയാണ് ഭരിച്ചത്. സങ്കീർണമായ കോടതി വിധികളെ മറികടക്കാൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സമഗ്രമായൊരു നിയമം കൊണ്ടുവന്ന് പ്രവേശനത്തിൽ ട്രാൻസ്പെറന്റ് ആക്കാനും അതോടൊപ്പം മെറിറ്റ് പാലിക്കാനും കഴിയുമായിരുന്നു. ആ അവസരം നിങ്ങൾ പ്രയോഗിച്ചില്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു ഇടുക്കി അതുപോലെ പാരിപ്പള്ളി കോളേജിനെ കുറിച്ച്. ബഹുമാനായ സിദ്ദിഖ്, ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെങ്കിൽ എത്ര തുക വേണം? ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെങ്കിൽ പ്രഖ്യാപനം നടത്തിയോണ്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രഖ്യാപനം കടലാസിലായിരുന്നു. ഇടുക്കി കോളേജിൽ പഠിക്കുന്ന 2ാം വർഷ 3ാം വർഷ വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും അവരുടെ നോൺ ക്ലിനിക്കൽ വിഭാഗത്തിൽ പ്രത്യേകിച്ചും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഒരു വാഹനത്തിൽ കോഴിക്കോടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ കയറി ഇറങ്ങേണ്ട ഗതികേടാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രചരണത്തിന് മെഡിക്കൽ കോളേജ് ആയിരുന്നു, അല്ലാതെ നിങ്ങൾ മെഡിക്കൽ കോളേജിന് വേണ്ടി തുക മാറ്റിവെച്ചില്ല, അതിന് കെട്ടിടം പണിതില്ല, സ്റ്റാഫ് ക്രിയേഷൻ നടത്തിയില്ല, ഒന്നും ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ല. കേവലം പ്രചരണം മാത്രമായിരുന്നു. ഇവിടെ വിഷയം എന്താണ്? 5 വർഷം എനിക്കറിയാലോ, നിങ്ങൾക്കറിയില്ലേ? ബഹുമാനായ സിദ്ദിഖിന്റെ ഓർമ്മയിൽ ഞാൻ പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ 2015-16 വർഷം അലോട്ട്മെന്റ്, ഞാൻ പറയട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു സിദ്ദിഖിനെ. കഴിഞ്ഞ വർഷം ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ 1ാം അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും സ്വാശ്രയ മാനേജ്മെന്റുമായി ഒരു ചർച്ച പോലും നടത്താൻ തയ്യാറാകാതെ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് ഇഷ്ടം പോലെ തോന്നിയതുപോലെ ഫീസ് പിരിക്കാൻ അവസരം കൊടുത്ത സർക്കാരാണ് നിങ്ങളുടെ സർക്കാർ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഈ കരാർ പൂർണ്ണമായി ഈ കരാറിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ എന്താണ് നമ്മുടെ മുന്നിലുള്ള സാധ്യത? സുപ്രീം കോടതി വിധി, ഒരുപാട് വിധി ഉണ്ടായിട്ട്, ഇനാധാർ കേസ് ഒരുപാട് വിധി ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് അതിന്റെ ആ ഒരു പരിമിതി കൊള്ളുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ അത് വിശദീകരിക്കാം. 2015 മെയ് 2-ന് സുപ്രീം കോടതി മോഡേൺ ഡെന്റൽ കോളേജ് കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. അതോടുകൂടി 2002-ലെ TMI ഫൗണ്ടേഷൻ കേസും 2003-ലെ ഇസ്ലാമിക് അക്കാദമി കേസും 2005-ലെ ഇനാംദാർ കേസും ഒക്കെ നൽകിയിട്ടുള്ള വിധിന്യായങ്ങൾ അപ്രസക്തമാവുകയാണ്. കാരണം ഇത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധി പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് ഈ അഡ്മിഷൻ പ്രക്രിയയിൽ ഇടപെടാം. അതായത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വിധികളൊന്നും ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ മോഡേൺ ഡെന്റൽ കോളേജ് കേസിലെ സുപ്രീം കോടതി വിധിയാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് മധ്യപ്രദേശിന് മുഴുവൻ സീറ്റുകളിലും അഡ്മിഷൻ നടത്താൻ കഴിയുന്നത്. കേരളത്തിനും കഴിയുമായിരുന്നു. ഹൈക്കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചു പോലുമില്ല, ഈ ജഡ്ജ്മെന്റ് ചൂണ്ടിക്കാണിച്ചു പോലുമില്ല, സുപ്രീം കോടതിയിലേക്ക് പോയി പോലുമില്ല. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകാതിരുന്നത്? സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ ആദ്യം ഇറക്കിയ ഉത്തരവ് ശരിവെക്കപ്പെടുമായിരുന്നു. അതുണ്ടായില്ലല്ലോ. അവിടെയാണ് മാച്ച് ഫിക്സിംഗ് നടന്നു എന്ന ആരോപണം ഉയരുന്നത്. തീർച്ചയായും ശ്രീ അഭിലാഷ്, ഞാൻ പറയട്ടെ, ഇവിടെ വിഷയം സംസ്ഥാന ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി, എല്ലാ സീറ്റിലേക്കും മെറിറ്റ് ആയിരിക്കണം എന്ന് ഉത്തരവിറക്കി. ആ ഉത്തരവ് മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതി അത് റദ്ദാക്കി. എന്തുകൊണ്ട് പോയില്ല? പ്രസക്തമാണ് നിങ്ങളുടെ ചോദ്യം. പക്ഷേ ഈ ചോദ്യത്തിന് ഞങ്ങൾക്കൊരു ഉത്തരവുണ്ട്. എന്താണ് കാരണം? ഞാൻ പറയട്ടെ, ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏറെ ആയിട്ടില്ല. അപ്പോ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയാൽ പ്രവേശന നടപടികളാകെ സ്തംഭിക്കും, അവതാളത്തിലാകും. അതിന്റെ പേരിൽ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടും. അത്തരം ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് ഗവൺമെന്റ് ഇത്തവണ അപ്പീൽ പോകാതിരുന്നത്. ഇനി മറ്റൊരു വിഷയം ഇവിടെ പറഞ്ഞല്ലോ, ഈ ഒരു കോടതി വിധിയെ നിങ്ങൾ കോട്ട് ചെയ്തല്ലോ. ആ കോടതി വിധി ഉണ്ടെങ്കിലും ഒരു ഗവൺമെന്റ് പരിമിതിയുണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം നാളെ സുപ്രീം കോടതി വിധി വരുന്നതോടെ ഈ അഡ്മിഷന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാം നമുക്ക് നോക്കാം. ശ്രീ TV രാജേഷ്, സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കിയല്ലോ.
മുഴുവൻ സീറ്റുകളിലും കേന്ദ്രീകൃത അലോട്ട്മെന്റ് എന്ന ഒരു ഉത്തരവിറക്കിയല്ലോ. എത്രമേൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു ആ ഉത്തരവിൽ? ആ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ പോയി സംസ്ഥാനത്തെ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവിടെ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് എന്തായിരുന്നു? ഈ മോഡേൺ ഡെന്റൽ കോളേജ് കേസ് എന്തുകൊണ്ടാണ് AG ചൂണ്ടിക്കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ വിധിന്യായത്തിന്മേൽ അവിടെ ഒരു വാദം നടക്കാതിരുന്നത്? പഴയ ഇനാംദാർ കേസിന്റെയും TMI പൈ ഫൗണ്ടേഷൻ കേസിന്റെയും ഒക്കെ ബലത്തിലാണല്ലോ സ്റ്റേ കിട്ടിയത് മാനേജ്മെന്റുകൾക്ക്. അപ്പോൾ മാനേജ്മെന്റുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിനുമേൽ സ്റ്റേ കിട്ടുന്ന അവസ്ഥ ഹൈക്കോടതിയിൽ ഉണ്ടാക്കി. ആരുണ്ടാക്കി? അത് മനഃപൂർവ്വമല്ലേ? അത് ഒത്തുകളിയല്ലേ? മാച്ച് ഫിക്സിംഗ് നടന്നില്ലേ? മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിലേക്ക് പ്രവേശനമില്ലല്ലോ, അതുകൊണ്ട് ആരും അറിയുകയുമില്ല. അഭിലാഷ് നമുക്കിപ്പോ ശ്രീ അഭിലാഷ് 2002 TMI പൈ കേസ് മുതൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കേസുകളെ കുറിച്ചും നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ ഈ കേസുകളെല്ലാം ഉണ്ടായിട്ടുള്ള പ്രത്യേകത മാനേജ്മെന്റുകൾക്ക് അനിയന്ത്രിതമായ അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ കരാർ ഒട്ടും തൃപ്തിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധിയാണ് ഈ സർക്കാർ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സർക്കാരിന് ഇതേ ചെയ്യാൻ പറ്റും. പിന്നെ അപ്പീൽ എന്തുകൊണ്ട് പോയില്ല? ഞാൻ പറഞ്ഞല്ലോ, അപ്പീൽ പോകാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇപ്പൊ ഏതാ മാസം? ഈ മാസം വീണ്ടും അപ്പീൽ പോയാൽ ഇത്തവണത്തെ പ്രവേശന നടപടികളാകെ അവതാളത്തിലാകും. ഇതാണ് വിഷയം. ഇനിയും സമയമുണ്ട്. തീർച്ചയായും ഈ കാര്യത്തിൽ ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്യും. സാധ്യതകൾ ആരായും കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കും. ഒരു സംശയമില്ല. ആ പരിമിതി നിങ്ങൾ മനസ്സിലാക്കണം. സർക്കാരിനെ പോലെ കഴിഞ്ഞ വർഷത്തെ അഡ്മിഷനെ കുറിച്ചായിരുന്നു നമ്മൾ ഈ ഡിബേറ്റെങ്കിൽ ഞാൻ ഈ വാദം സമ്മതിക്കാമായിരുന്നു. നിരവധി കോടതി വിധികൾ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയിരുന്നു. സർക്കാർ നിയമനിർമ്മാണം നടത്തുമ്പോഴൊക്കെ കോടതി വിധികൾ പ്രതിബന്ധമായിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ നിയമം തന്നെ അങ്ങനെ കോടതി വിധികളിൽ തട്ടി ഇല്ലാതായതാണ്. പക്ഷേ ഇക്കുറി സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നുവെന്ന് ഉൾക്കൊണ്ടില്ല നിങ്ങൾ. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇൻ ദിസ് ഫീൽഡ് സ്റ്റേറ്റ് cannot remain a mute spectator and has to necessarily step in order to prevent exploitation, privatization and commercialization by the private sector എന്ന് എഴുതി വെച്ച ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും സർക്കാർ കീഴടങ്ങി എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന സാഹചര്യം അല്ല ഈ വർഷം. ശ്രീ അഭിലാഷ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെയും ഒരു കാരണവശാലും എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല എന്ന് എല്ലാ വിധിയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വിധി പിന്നീട് വായിക്കുമ്പോൾ അതിന് ആദ്യം പറഞ്ഞതിന് കോൺട്രഡിക്ഷൻ ആയിട്ടാണ് വിധി വരുന്നത്. ഇതാണ് അതിന്റെ പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ നിലവിൽ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയണമെങ്കിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വ്യക്തമായ സമഗ്രമായ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരണം. അങ്ങനെ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാതെ ഒരു സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ച് ഈ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കും പറ്റും. ശ്രീ ടി വി രാജേഷ്, മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരാണ് നിയമം കൊണ്ടുവന്നത്. ആ നിയമം ചോദ്യം ചെയ്ത് സ്വാശ്രയ കോളേജുകൾ സുപ്രീം കോടതിയിൽ പോയി. അതിന്റെ ഉത്തരവ് ഈ കഴിഞ്ഞ ദിവസമല്ലേ വന്നത്? ആ നിയമത്തെ ശരിവെക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അങ്ങനെ മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരിന് നിയമം നിർമ്മിച്ച് അവിടുത്തെ അഡ്മിഷൻ കേന്ദ്രീകൃതമായ അലോട്ട്മെന്റിലൂടെ നടത്താൻ കഴിയുമെങ്കിൽ കേരളത്തിനും സമാനമായ അവസ്ഥയിൽ ചെയ്യാൻ സാധിക്കും. ഒരു ഗവൺമെന്റ് വന്നിട്ടല്ലോ ശ്രീ അഭിലാഷ്. പറയൂ. അല്ല, തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ് പറയുന്നതിന്റെ സ്പിരിറ്റ് തീർച്ചയായും ഉൾക്കൊള്ളുന്നവരാണ് ഞങ്ങൾ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സമയമുണ്ട്. ഈ വർഷം ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യം എപ്പോഴാണ്? സാധാരണ നിങ്ങൾക്കറിയാം, IMCയുടെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 30. നിങ്ങളത് മനസ്സിലാക്കണം. ആ സെപ്റ്റംബർ 30 ഇവിടെ പ്രവേശനം നടന്നിട്ടില്ല എങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്താണ്? പ്രവേശന അവതാളത്തിലാകും. ഇത് കുട്ടികളെയാണ് ബാധിക്കുക. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ അപ്പീൽ പോകേണ്ടതുണ്ടോ? വിദ്യാർത്ഥിയുടെ ഭാവി ഓർത്തിട്ടാണ് ഗവൺമെന്റ് ഇത്തരം ഒരു നിലപാടെടുത്തത്. മറുപടി ആവശ്യമാണ്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ആത്മാർത്ഥതയിലും എനിക്ക് സംശയമുണ്ട്. ശരിയാണ്, സർക്കാരിന് സുപ്രീം കോടതിയിൽ പോകാമായിരുന്നു. അങ്ങനെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരുന്നുവെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വാദം ഇവിടുത്തെ സ്വാശ്രയ മേഖലയെ ആകെ നശിപ്പിച്ച് അന്യസംസ്ഥാന ലോബികൾക്ക് വിദ്യാർത്ഥികളെ റാഞ്ചാൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ എന്ന് വാദിച്ചേനെ. ഇവിടെ ആദ്യത്തെ സർക്കാരിന്റെ ഉത്തരവ് വന്നപ്പോൾ സ്വാഗതം ചെയ്തിരുന്നോ നിങ്ങൾ? സ്വാശ്രയ കോളേജുകളുമായി ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് സർക്കാർ എന്ന് പ്രതികരിച്ചതല്ലാതെ ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടായിരുന്നോ ഈ സംസ്ഥാനത്ത്? സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കി കോടതിയിലേക്ക് പോയിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടാകുമായിരുന്നോ? അന്നേരം ഈ അന്യസംസ്ഥാന ലോബിയുടെ വാദവും ഉന്നയിച്ചു വരില്ലായിരുന്നോ? അപ്പോൾ ഇക്കാര്യത്തിൽ കുളം കലങ്ങുമ്പോൾ മീൻ പിടിക്കുക എന്നുള്ളതിനപ്പുറത്തുള്ള എന്ത് ആത്മാർത്ഥതയുണ്ട് നിങ്ങൾക്ക്? ഒന്ന്
ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷവുമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഇതുവരെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ഞങ്ങളുടെ UDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് ഈ വിഷയങ്ങളിൽ സമയാസമയം ഡിസ്കഷൻസ് നടന്നിരുന്നു. ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ട് പോയത്. ഇവിടെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു സമീപനം ഇവിടെ ഉണ്ടായി. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഇത് ഒരു കോളേജിന് 2 കോടി അഡീഷണൽ 2-2.5 കോടി അഡീഷണൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവിഹിതമായിട്ടുള്ള 65,000 രൂപ മെറിറ്റിനും ഒരു സീറ്റിന്റെ മേലെയും അതുപോലെ മാനേജ്മെന്റ് സീറ്റിലും NRI സീറ്റിലും 2.5 ലക്ഷം കൂട്ടിക്കൊടുത്തത് ഒരു വിഷയം മാത്രമല്ല. ഇതിന്റെ പിറകിലുള്ളതായിരിക്കുന്ന വലിയ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ആ കൊടുക്കൽ വാങ്ങൽ ഇലക്ഷൻ സമയത്ത് മുതൽ ആരംഭിച്ചു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യുപകാരമാണ് ഇപ്പോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. 4 ലക്ഷം ഇവർ ഏകീകൃത ഫീസാക്കി ഡെന്റൽ ആദ്യം മാറ്റി, പിന്നീട് പ്രതിഷേധം വന്നപ്പം പിന്നെ മാറ്റി. ഇപ്പോ ഇവർ ഏകപക്ഷീയമായ തീരുമാനമെടുത്തു. ഞാൻ രാജേഷോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അപ്പീലിൽ പോയില്ല? രാജേഷ് പറഞ്ഞല്ലോ, അപ്പീൽ പോകാത്തതിന്റെ കാരണം അഡ്മിഷൻ തടസ്സപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അഡ്മിഷൻ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് നിങ്ങൾ അവിഹിതമായി ഉണ്ടാക്കിയതായിരിക്കുന്ന കോടതിയുടെ ധാരണ പ്രകാരം നിങ്ങൾ അപ്പീൽ പോയില്ല. അല്ലാതെ നിങ്ങൾ കുട്ടികളുടെ അഡ്മിഷന് വേണ്ടിയിട്ടല്ല. കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഇല്ലല്ലോ. മധ്യപ്രദേശ് സർക്കാർ കോടതിയിൽ പോയല്ലോ. മധ്യപ്രദേശ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജ് മാനേജ്മെന്റിനെ വരച്ച വരയിൽ നിർത്തിയല്ലോ മധ്യപ്രദേശ് സർക്കാർ. നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയിരുന്നുവെങ്കിൽ ഇന്ന് മാനേജ്മെന്റുകളുമായി ഇങ്ങനെ ഒരു അൺഹോളി കരാർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അപ്പീലിൽ പോയില്ല. എന്തെളുപ്പത്തിലാ ആരോഗ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ഇനി അപ്പീലിന് പോകുന്നില്ല. അങ്ങനെയാണോ ഒരു സർക്കാർ തീരുമാനിക്കേണ്ടത്? അതിന്റെ അർത്ഥം എന്താ? പിന്നെ രാജേഷ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ പാരിപ്പള്ളി കോളേജ്, ഇടുക്കി കോളേജ്, തിരുവനന്തപുരത്തെ 2ാമത്തെ കോളേജ്, പശ്ചാത്തല സൗകര്യങ്ങള്, ബിൽഡിങ്ങുകള് ഇതൊക്കെ ഒരുക്കി ആവശ്യത്തിന് ഫണ്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും അവിടെയുള്ള ബാക്കിയുള്ള ഫോർമാലിറ്റി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഗവൺമെന്റ് ഉത്തരവാദിത്തമായിരുന്നു. നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് 250 സീറ്റാണ്. ശ്രീ അനിൽ, മോഡേൺ ഡെന്റൽ കോളേജ് കേസിന് ശേഷം വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. മധ്യപ്രദേശിൽ സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തിയ മാനേജ്മെന്റുകളുടെ നടപടി റദ്ദാക്കുകയും അവിടുത്തെ സംസ്ഥാന നിയമത്തെ ശരിവെക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലും സമാനമായ വിധത്തിലാണ് കാര്യങ്ങൾ. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഏകീകൃത അലോട്ട്മെന്റ് ആണ് വേണ്ടത്, അത് സർക്കാർ നടത്തണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഒരു സർക്കുലർ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ അഡ്മിഷൻ പ്രോസസ് നടക്കുന്നത്. നാളെ കേരളത്തിന്റെ നിലപാട്, കേരളത്തിന്റെ വാദങ്ങൾ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കാൻ പോവുകയുമാണ്. ഞങ്ങൾക്ക് വേണ്ട ഫീസ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് സർക്കാരുകളെ സമ്മർദ്ദത്തിൽ നിർത്തുന്ന കാലം കഴിഞ്ഞു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ? മധ്യപ്രദേശിലെ സാഹചര്യമല്ല കേരളത്തിൽ. കേരളത്തിൽ 25,000 രൂപയ്ക്ക് 20% വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ള സ്റ്റേറ്റ് മെറിറ്റിൽ 2.5 ലക്ഷം രൂപ പഠിപ്പിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ ഇതുവരെ ഫീസ് എമൗണ്ട് അറൈവ് ചെയ്തിട്ടില്ല. 85% സീറ്റ്സിലേക്ക് 14 lakhs ആണ് അവർ ഫീസ്. 14 lakhs. NRI സീറ്റിലേക്ക് ഇതിന്റെ ഡബിൾ ആണ്, 28 lakhs. എന്നിട്ടും അതിന്റെ ഒരു കൺക്ലൂഷൻ ഇതുവരെ മധ്യപ്രദേശിൽ എത്തിയിട്ടില്ല. മധ്യപ്രദേശിൽ ഒരു അലോട്ട്മെന്റ് ഗവൺമെന്റിന് കഴിഞ്ഞു, അതിനുശേഷം മാനേജ്മെന്റിന് കഴിഞ്ഞു. ഇപ്പോഴും അന്തരീക്ഷം കലുഷിതമാണ്. മധ്യപ്രദേശിൽ പിന്നെ നിങ്ങൾ പറഞ്ഞമാതിരി യാതൊരു കാരണവശാലും ഈ മോഡേൺ ഡെന്റൽ കോളേജ് ഇതിലൊരു ഫൈനൽ സെറ്റിൽമെന്റ് അല്ല. ഈ TMA-പൈയും മറ്റേ ഈ ശാസ്ത്രീയ മേഖലയിൽ മറ്റുണ്ടായ വിധികളും എല്ലാം തരണം ചെയ്തിട്ടല്ല മോഡേൺ ഡെന്റൽ കോളേജിൽ വിധി വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി സുപ്രീം കോടതി ഫൈനലായിട്ട് അവലോകനം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇത് 7 ബെഞ്ചായ TMA-പൈയും മറ്റൊന്നും ഓവർകം ചെയ്യുന്ന രീതിയിലല്ല ഇപ്പോൾ മോഡേൺ ഡെന്റൽ കോളേജിന്റെ വിധി വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും മധ്യപ്രദേശിലെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെയോ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെയോ നിലപാടല്ല കേരളത്തിൽ. ഞങ്ങൾ 50% കുട്ടികൾക്ക് പൂർണ്ണമായ മെറിറ്റിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റ് 50%ത്തിലും ഏതാണ്ട് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റിന് തുല്യമായ രീതിയിൽ ജെയിംസ് കമ്മിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മധ്യപ്രദേശിലെ സ്ഥിതി കേരളത്തിൽ വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരം നിഷേധിക്കുക എന്നത് മാത്രമാണ് അതിന്റെ അർത്ഥം. അല്ല, പക്ഷേ രാജ്യത്തിന് ഒരു നിയമത്തിന് മുൻപിൽ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം അനുസരിച്ചുള്ള പ്രത്യേകമായ വിധികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രയാസമാണ്. എന്തായാലും സുപ്രീം കോടതി അക്കാര്യത്തിലെ അന്തിമ തീർപ്പ്, അതായത് ഈ കേസുകളിൽ ഉള്ള അന്തിമ തീർപ്പ് പറയട്ടെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ജസ്റ്റിസ് അനിൽ ആർ ദാവെ അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്.
അത് ഇടക്കാല ഉത്തരവല്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ടി വി രാജേഷ്, ഇവിടെ സർക്കാർ എടുക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. ആദ്യം സർക്കാർ ഒരു ഉത്തരവിറക്കുന്നു, ഇത്തവണ ഏകീകൃത അലോട്ട്മെൻ്റ് ആവും ഉണ്ടാവുക എന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷം മാനേജ്മെൻറ്റുകളുമായി ചർച്ച നടത്തുന്നു. അപ്പോഴൊക്കെ സർക്കാർ മാനേജ്മെൻറ്റുകളെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുകയാണ് എന്നൊരു അന്തരീക്ഷമാണ് ഉണ്ടായത്. സർക്കാരിൻ്റെ നിലപാടുകളെ ശ്ലാഘിച്ചു. മാധ്യമ ചർച്ചകളിലൊക്കെ സർക്കാരിൻ്റെ നിലപാട് പ്രശംസിക്കപ്പെട്ടു. അതിനുശേഷമാണ് കാര്യങ്ങൾ മാറി മറയുന്നത്. ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തവണ സർക്കാർ മുഴുവൻ അലോട്ട്മെൻറ്റും നടത്താം എന്ന തീരുമാനമെടുത്തത് എന്ന ചോദ്യത്തിന് സർക്കാർ ഭാഗത്തിന് മറുപടി പോലും ഇല്ലായിരുന്നു. അതായത് പുറത്തൊരു കാര്യം, അകത്ത് മറ്റൊന്ന്. ഇവിടെ ശ്രീ ടി സിദ്ദിഖ് ആരോപിച്ചതുപോലെ ഒരു അൺഹോളി നെക്സസ് ഉണ്ടോ? There is no unholy nexus between the government and private management. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. ബഹുമാനായ ശ്രീ അഭിലാഷിന് അറിയാമല്ലോ, എന്ത് എഞ്ചിനീയറിംഗ് കോളേജ്, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റുകളെ വരച്ച വരയിൽ നിർത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞു. അത് ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് മെറിറ്റിൽ 75,000 ഫീസ്, അത് 50,000 കുറച്ചു. ഒരു 25,000 രൂപയുടെ കുറവ് കേരളത്തിലുണ്ടായി. ഇനി ഈ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ സിദ്ദിഖ് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാണിച്ച ജനാധിപത്യ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരുന്നു വിദ്യാർത്ഥി സമരത്തെ, യുവജന സമരത്തെ നേരിട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ സമരം തുടങ്ങി, ബഹുമാനായ മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി, ഇന്ന് വൈകുന്നേരം ചർച്ചകൾ വിളിച്ചു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത് വിദ്യാർത്ഥികളുടെ ഇഷ്യൂ ആണെന്നല്ലേ പറയുന്നത്? എവിടെ വിദ്യാർത്ഥികൾ? ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അണിനിരത്താൻ നിങ്ങൾ കേട്ട് നിരാകാരം കിടക്കുന്ന ആരാ? യൂത്ത് കോൺഗ്രസ് ഒരു സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ ചോദിക്കട്ടെ, വിദ്യാർത്ഥികളുടെ ഇഷ്യൂ ആണെങ്കിൽ എവിടെ KSU, എവിടെ MSF? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? നിങ്ങളുടെ UDFിലെ വിദ്യാർത്ഥി സംഘടനകൾ പോലും ഒറ്റക്കെട്ടായി സമരത്തെ കൊണ്ടുവരാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും തള്ളിക്കളഞ്ഞ സമരമാണ്. ആ ജാള്യത മറച്ചു വെക്കാൻ ഇവിടെ അക്രമം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ജനസ്ഥത തിരിച്ചുവിടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പിന്നെ ശ്രീ സിദ്ദിഖ് ഫീസ് വർധനയെ കുറിച്ച് പറയുന്നു. ഞാൻ നേരത്തെ ചോദ്യത്തിന് എന്താ മറുപടി പറയാത്തത്? എന്ത് ഇന്റർ ചർച്ച് കൗൺസിലിനെ കുറിച്ച് ഒരക്ഷരം പറയാത്തത്? പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയില്ല എന്ന പോലെയാണോ? എന്ത് ഇന്റർ ചർച്ച് കൗൺസിലിനെ കുറിച്ച് പറയാത്തത്? നിങ്ങൾ 18 വരെ കരാറുണ്ടാക്കിയവരാണ്. അപ്പം ഞങ്ങളൊക്കെ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഗവൺമെന്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യത്തിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കും. ഇതൊരു തുടക്കമാണ്. തീർച്ചയായിട്ടും അത് വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അവിടെ ശ്രീ ടി സിദ്ദിഖ്, ഈ സർക്കാർ തുടങ്ങിയിട്ടേ ഉള്ളൂ. സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ ഒരു അക്കാദമിക് ഇയർ ആരംഭിക്കാൻ പോവുകയായിരുന്നു. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷേ ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം താങ്കളും കേട്ട് കാണും, ഇക്കാര്യത്തിലൊരു നിയമനിർമ്മാണം ഉണ്ടാകുമെന്ന്. ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം ഇപ്പോൾ സാധ്യമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുപ്രീം കോടതി വിധിയിൽ തന്നെ പ്രവേശന മേൽനോട്ട കമ്മീഷനുകളുടെ അധികാരവും പ്രവർത്തനവും സംസ്ഥാനങ്ങൾ നിയമം ഉണ്ടാക്കുന്നത് വരെയേ ഉള്ളൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സർക്കാരുകൾക്ക് നിയമം ഉണ്ടാക്കാൻ ഒരു ഫ്രീ ഹാൻഡ് ഉണ്ട്. അത് ഉപയോഗിക്കുകയാണ് ഈ സർക്കാർ അടുത്ത വർഷം. അപ്പോൾ പിന്നെ അതുവരെ നിങ്ങൾക്ക് കാത്തിരുന്നുകൂടെ? ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് രാജേഷ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഹിമാലയൻ, പിന്നെ അദ്ദേഹത്തിന് അറിവില്ലാത്ത ആളല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, പാർട്ടിയും ഗവൺമെന്റും DYFIയും SFI ഒക്കെ എത്തിപ്പെട്ടിരിക്കുന്ന വളരെ മോശം പരിതാവസ്ഥയിൽ നിന്നുണ്ടായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീ രാജേഷിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എവിടെ KSU, എവിടെ MSF എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. രാജേഷ്, ഇന്ന് കേരളത്തിൽ ഉടനീളം നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, നിങ്ങളെ പോലീസ് തലക്കടിച്ചും ഭീകരമായി അടിച്ചും പരിക്കേൽപ്പിച്ചും, നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ 28 പ്രവർത്തകന്മാർ കിടക്കുന്നുണ്ട്. ആ 28 പ്രവർത്തകരിൽ 20 പ്രവർത്തകന്മാരും KSU പ്രവർത്തകന്മാരാ. പോയി നോക്കണം, നിങ്ങൾ അടിച്ചു ഒതുക്കിക്കൊണ്ടിരിക്കുക. കോഴിക്കോട് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംയുക്ത മാർച്ചിനെ ഞാൻ ഇന്ന് അഭിസംബോധന ചെയ്ത ആളാണ്. 100 കണക്കിന് വിദ്യാർത്ഥികളുടെ മാർച്ച്. ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ധായിരുന്നു ഇന്ന് കേരളത്തില്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പ് മുടക്ക് സമരമായിരുന്നു ഇന്നിവിടെ. അപ്പോ ഒരു കേരളത്തിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യും, രക്ഷിതാക്കൾ സമരം ചെയ്യും, യുവജന സംഘടനകൾ സമരം ചെയ്യും, എല്ലാവരും സമരം ചെയ്യും. എവിടെ KSU, എവിടെ ഇത് എന്നല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും വലിയതായിരിക്കുന്ന കൊള്ള നടന്ന ഒരു കരാറുണ്ടായിട്ട് SFIയും DYFIയും കാശിക്ക് പോയ രാജേഷ് പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കരാറിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ രാജേഷേ, നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലല്ലോ. നിങ്ങൾ കാശിക്ക് പോയോ? നിങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ DYFIയുടെയും SFIയുടെയും പതാക പിണറായി വിജയന്റെ കസേരയുടെ അടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് നിങ്ങൾ മുഴുവൻ AKG സെന്ററിൽ പോയി അടയിരിക്കുക. നിങ്ങള് വിദ്യാർത്ഥികളെ 65,000 രൂപ മെറിറ്റ് സീറ്റിന്, മാനേജ്മെന്റ് സീറ്റിന് 2.5 ലക്ഷം.
NRI സീറ്റിന് 2.5 ലക്ഷം, ഒരു സീറ്റിനാ കൂട്ടിയത്. കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ വർധനവ്. പകൽ കൊള്ള, സ്വാശ്രയ പ്രശ്നമല്ല, കോഴ പ്രശ്ന. ഈ കോഴ കേരളത്തിൽ നടത്തിയിട്ട് ഒരക്ഷരം ഉരിയാടാതെ എവിടെയാണ് KSU, എവിടെയാണ് SFI, MSF എന്ന് ചോദിക്കാൻ നാണല്ലേ രാജേഷ്? ഇതാണോ ഒരു ഉത്തരവാദപ്പെട്ട യുവജന നേതാവിന്റെ ഭാഗത്തുണ്ടാകുന്ന സ്റ്റേറ്റ്മെന്റ്? ശരി, ഞങ്ങൾ നിങ്ങളുടെ വരച്ചവരയിൽ നിർത്തും, ഒരു തർക്കം വേണ്ട. യൂത്ത് കോൺഗ്രസും KSU ആരംഭിച്ചിരിക്കുന്ന ഈ സമരം കേരളത്തിൽ ഈ 3 ആളുകൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി, ഈ 3 ത്രയം, ഈ 3 ആളുകൾ ഏറ്റവും വലിയതായിരിക്കുന്ന കോഴ സംഘമായി കേരളത്തിൽ മാറി. വിദ്യാർത്ഥികളെ പിഴുതെറിയുന്ന, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് പണമൂറ്റുന്ന മൂവർ സംഘ. ഈ മൂവർ സംഘം നിങ്ങൾ ഏകീകൃത കരാറിൽ നിന്ന് പിൻവാങ്ങിയല്ലോ, അതുപോലെ നിങ്ങളെ പിൻവാങ്ങിപ്പിക്കും. തർക്കം നിങ്ങൾക്ക് വേണ്ട. കുറെ ആളുകളെ പറ്റും. സംഘടനയുടെ ശക്തി, ദൗർബല്യം തുടങ്ങിയ യുക്തിരഹിതമായ ചർച്ചകളിലേക്ക് പോയാൽ എവിടെയും എത്തില്ല. ശ്രീ TV രാജേഷ്, സംസ്ഥാനത്തിന് ഇനിയും അവസരമുണ്ട്. നാളെ സംസ്ഥാന സർക്കാരിന്റെ വാദം ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ സുപ്രീം കോടതി കേൾക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമൃത കൽപ്പിത സർവകലാശാലയുടെ അലോട്ട്മെന്റ് റദ്ദാക്കണം എന്നാണ്. മറ്റ് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും എടുത്ത നിലപാടിന് അനുസൃതമായി ഏകീകൃത അലോട്ട്മെന്റ് ആകാം എന്ന ഒരു നിലപാട് സർക്കാർ എടുത്താൽ നിശ്ചയമായും ഈ സെപ്റ്റംബർ 30 എന്ന തീയതി സുപ്രീം കോടതി നീട്ടിത്തരും. അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള ആർജവം സർക്കാരിനുണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. എന്താണ് നാളെ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ഗവൺമെന്റ് നേരത്തെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. കാരണം എല്ലാ മാനേജ്മെന്റ് കോട്ടയിലും NRI കോട്ടയിലും ഉൾപ്പെടെ നീറ്റിൽ നിന്ന് എടുക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു കേരളത്തിൽ ഈ സർക്കാർ. അത് പിന്നെ കോടതി റദ്ദാക്കിയിട്ടുള്ളതാണ്. ഏതായാലും ബഹുമാനായ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, വരാൻ പോകുന്ന സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനമാക്കിയിരിക്കും കാര്യങ്ങളെന്ന് ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ബഹുമാനായ എൻ്റെ സുഹൃത്ത് ശ്രീ സിദ്ദീഖിനോട് എൻ്റെ ഒരു ചോദ്യം, ഇവിടെ നിരാഹാരം കിടക്കുന്ന നേതാക്കന്മാർ ആരാണ് KSUവിന്റെ നേതാവ്? ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല സമരത്തിന്. ഇത് KPCC സ്പോൺസേഡ് സമരമാണ്. ഇത് ക്ലച്ച് പിടിക്കില്ല, ഒരു സംശയവുമില്ല. മാത്രമല്ല ഒറ്റക്കെട്ടായി സമരം നടത്താൻ പറ്റുന്നുണ്ടോ? A ഗ്രൂപ്പ് I ഗ്രൂപ്പ് ഓരോരാൾ ഇരുത്തിയിട്ടാണ് സമരം ചെയ്യുന്നത്. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ സമരമൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും. ഇതൊന്നും കേരളത്തിൽ യാതൊരു സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ ഈ കരാറിന് അംഗീകരിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എക്കാലത്തും ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ശരി, ശ്രീ അനിൽ, സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. ഇക്കാര്യത്തിലൊരു പബ്ലിക് സ്ക്രൂട്ടിനി ഉണ്ട്. മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ എടുക്കുന്നത് എന്ന് വന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ സമരങ്ങൾക്ക് ശക്തി കൂടും, ആക്ഷേപങ്ങൾക്ക് ശക്തി കൂടും എന്ന ആശങ്ക സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. സർക്കാർ ഏകീകൃത അലോട്ട്മെന്റുമായി ഇനി, അതായത് ഈ സെപ്റ്റംബർ 30 എന്ന തീയതി നീട്ടിക്കിട്ടുകയും സർക്കാർ ഏകീകൃത അലോട്ട്മെന്റിന് വരികയും ചെയ്താൽ നിങ്ങൾക്ക് വഴങ്ങുകയല്ലാതെ മറ്റു വഴിയുണ്ടാകില്ലല്ലോ. തീർച്ചയായും സർക്കാർ ഏകീകൃത അലോട്ട്മെന്റുമായി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് യൂണിഫോം ഫീസ് വരും. ഈ സർക്കാരിന്റെ എല്ലാ കാലാകാലങ്ങളിലും ഉണ്ടാകുന്ന എല്ലാ അഗ്രിമെന്റിലും അവസാനത്തെ ഒരു ക്ലോസ് എന്ന് വെച്ചാൽ ഈ അഗ്രിമെന്റ് വല്ല കാരണവശാലും ക്യാൻസൽ ആവുകയാണെങ്കിൽ ഒരു യൂണിഫോം ഫീസ് വരും എന്നുള്ളതാണ്. ഈ വർഷത്തെ അഗ്രിമെന്റിൽ ഞങ്ങൾ ചേർത്തിയിരിക്കുന്നത് ഈ അഗ്രിമെന്റ് അസാധു ആവുകയാണെങ്കിൽ 11 ലക്ഷം രൂപ, 11 lakhs rupees യൂണിഫോം ഫീസ് കൊടുക്കേണ്ടി വരും. അതായത് ഇവിടെ 25,000 പഠിക്കേണ്ട വിദ്യാർത്ഥികളും 11 ലക്ഷം കൊടുക്കേണ്ടി വരും. 2.5 ലക്ഷത്തിന് കൊടുക്കേണ്ട വിദ്യാർത്ഥികളും 11 ലക്ഷം കൊടുക്കേണ്ടി വരും. NRI സീറ്റിൽ മാത്രം ഞങ്ങൾക്ക് ഉയർന്ന ഫീസ് കിട്ടും. ഇതിന്റെ 2 ഇരട്ടി ഫീസാണ് NRI സീറ്റിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ക്ലോസിൽ. അപ്പം ഈ സുപ്രീം കോടതിയിൽ വല്ല രീതിയിലും ദോഷമായ ഒരു വെർഡിക്റ്റ് നാളെ വരികയാണെങ്കിൽ അതിന്റെ അനർത്ഥം അനുഭവിക്കേണ്ടത് ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്, മെറിറ്റോറിയസ് ആയുള്ള വിദ്യാർത്ഥികളാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അക്കാര്യത്തിൽ മാനേജ്മെന്റുകൾക്ക് അങ്ങനെ ഏകപക്ഷീയമായ ഒരു ഫീസ് സ്ട്രക്ചർ പ്രഖ്യാപിക്കാൻ കഴിയുകയില്ലല്ലോ. ആ കാര്യം സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ T സിദ്ദിഖ്, ഏകീകൃതമായ അലോട്ട്മെന്റ് ഉണ്ടായാൽ ഏകീകൃതമായ ഫീസ് ഘടനയും വേണ്ടിവരും, ക്രോസ് സബ്സിഡി പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കപ്പെട്ട, അതായത് ഉണ്ണികൃഷ്ണൻ കേസ് കഴിഞ്ഞ് ആ വിധിയെ ഇല്ലാതാക്കുന്ന വിധികൾക്ക് ശേഷമുള്ള എല്ലാ വിധിയിലും വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ്. അതായത് പലതരത്തിലുള്ള ഫീസ് എന്നുള്ളത് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ സർക്കാരുകളും മാനേജ്മെന്റുകളും തമ്മിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലുമൊക്കെ ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു ഏകീകൃത അലോട്ട്മെന്റ് വന്നാൽ ഏകീകൃത ഫീസും വരും. അങ്ങനെ ഏകീകൃത ഫീസ് വന്നാൽ ഇപ്പോഴുള്ള ഫീസിനേക്കാൾ കൂടുതലാകും. അപ്പോഴും നിങ്ങൾ സമരത്തിനിറങ്ങില്ലേ?
അല്ല, ഫീസ് ഒരു ലെവല് വെച്ച് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുന്നതിന് ആരും എതിരല്ലല്ലോ. കേരളത്തിൽ UDF ഗവൺമെന്റ് ഭരിച്ച സന്ദർഭത്തിൽ ഇതേ ഫാക്കൽറ്റി, ഇതേ ലാബ്, ഇതേ സ്റ്റുഡൻസ്, ഇതേ മെറിറ്റ്, ഇതേ സംവിധാനങ്ങൾ, ഇതേ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ആയിരുന്നല്ലോ. അന്നുണ്ടായിരുന്ന വർധനവ് 6.06% ആണല്ലോ ഫീസിന്റെ വർധനവ്, അപ് ടു 10% വരെ. എന്താ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രം അത് 34% കൂടുന്നത്? എന്താ? അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. എങ്ങനെ ഇവർ 200% ഇവർക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നു? അപ്പൊ 10% വരെ വരുന്നതായിരിക്കുന്ന വേരിയേഷൻ വർദ്ധിപ്പിക്കുന്നതിനൊന്നും ആരും എതിരല്ല. ഇത് നേരെ പോയിട്ട് 35%, 40%, 50% കൂടുകയാണ്. ആ കൂടുന്നതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ കൂടുന്നതിന്റെ പിന്നിലുള്ളതായിരിക്കുന്ന ഒരു താല്പര്യമുണ്ട്. ഇത് സ്വാശ്രയ ഡീലല്ല, സ്വാശ്രയ കാര്യമല്ല, ഇത് കോഴപ്രശ്ന. ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കോടി 2.5 കോടി രൂപ ഒരു മാനേജ്മെന്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഏറ്റവും വലിയ സൗകര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. രാജേഷ് യുവജന നേതാവായിരുന്ന സന്ദർഭത്തിൽ എത്ര വിദ്യാർത്ഥി സമരങ്ങൾക്ക് നിങ്ങൾ പങ്കാളിയായിട്ടുണ്ട്, നിങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സഹായികളായിട്ടുണ്ട്. ഞങ്ങൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഞങ്ങൾ ഡിസോൾവ് ചെയ്ത് അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലാണ്. ഞങ്ങൾ അതുകൊണ്ട് ആ കുട്ടികളും യുവാക്കളും മാത്രമല്ല രക്ഷിതാക്കൾ അടക്കം പങ്കെടുക്കുന്ന സമരം അത്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രം സമരമല്ല, എല്ലാവരും പങ്കാളിയായിട്ടുള്ള സമര. യൂത്ത് കോൺഗ്രസ് അതിനെ ലീഡ് ചെയ്യുന്നു. ഞങ്ങൾ ഈ സമരത്തെ സക്സസ് ആക്കുകയും ചെയ്യും. മതമില്ലാത്ത ജീവനടക്കം ഇടതുപക്ഷ സൈദ്ധാന്തിക ചരിത്രത്തെ മുഴുവൻ വക്രീകരിച്ച് നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നടത്തിയതായിരിക്കുന്ന ചരിത്രത്തിന്റെ ഇൻഫിൽട്രേഷൻ ഉണ്ടല്ലോ, അതിനെതിരായി സമരം ചെയ്തു. ഞാൻ തന്നെ 8 ദിവസം തിരുവനന്തപുരത്ത് നിരാഹാര സമരം കിടന്നിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമരത്തെ പേടിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇത് ഒരു യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനാ നേതൃത്വത്തിന് ഭൂഷണമായ കാര്യമല്ല. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നവും പൊതുപ്രശ്നങ്ങളും എല്ലാ സംഘടനകളും ഏറ്റെടുക്കും. ശരി, അതാണ് കേരളത്തിന്റെ പാരമ്പര്യം. ശരി, ഇതൊരു പൊതുപ്രശ്നമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രീ ഡിഗ്രി ബോർഡ് ഉണ്ടായപ്പോ ശരി, നമ്മൾ ഒരുപാട് ചരിത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ശ്രീ TV രാജേഷ്, നോക്കൂ, MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായ ആദ്യ വർഷം തന്നെ സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് വിജയം കണ്ടില്ല. അതിന് കോടതി വിധികൾ വിഘാതമായെങ്കിൽ ഇവിടെ സാഹചര്യം വ്യത്യസ്തമാണ്. നീറ്റ് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, മോഡേൺ ഡെന്റൽ കോളേജിലെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അങ്ങനെ ഇപ്പോൾ ആവർത്തിച്ചു വരുന്ന മെറിറ്റ് ഉറപ്പിക്കുന്ന സുപ്രീം കോടതി വിധികൾ ഉള്ളത് ഒരു നിയമനിർമ്മാണത്തിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു തരുന്നതാണ്. അങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങൾ സുപ്രീം കോടതിയിൽ അംഗീകരിക്കപ്പെടുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇനി 1 വർഷം കൂടി ഇമാതിരി നാടകങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു നിയമനിർമ്മാണം വേണ്ടേ? അത് ചെയ്യുമോ? അല്ല, ഇവിടെ അത് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇവിടെ കോഴയെക്കുറിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ 1,85,000 രൂപ ഫീസ് ഉണ്ടായിരിക്കെ ശ്രീ ഉമ്മൻചാണ്ടി ഏതാനും കോളേജുകൾക്ക് 4 ലക്ഷം രൂപ വാങ്ങാൻ അവസരം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് എത്ര തുക വാങ്ങിച്ചു സിദ്ദിഖിന്റെ പാർട്ടി എന്നൊന്ന് വ്യക്തമാക്കണം. അതിനെക്കുറിച്ച് സിദ്ദിഖ് ഇതുവരെ മിണ്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം നിയമനിർമ്മാണത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളുടെ ആത്മാർത്ഥതയെ കേരളത്തിൽ ആരും സംശയിക്കുന്നില്ല. 2006 ഞങ്ങളൊരു നിയമം ഉണ്ടാക്കിയതാണ്. ധൃതി പിടിച്ചൊരു നിയമം ഉണ്ടാക്കുക എന്നുള്ളതല്ല, എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് ലൂപ്പ് ഹോൾ ഇല്ലാത്ത വിധം ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാത്തിരുന്നത് കാണാം. അതിലൊട്ടും സമയം കളിയില്ല. എന്നാൽ ധൃതി പിടിച്ച് ഞങ്ങളില്ല. കാരണം ചില അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല, അന്ന് ഞങ്ങൾ കേരള നിയമസഭ ഏകാണ്ടായി നിയമം പാസ്സാക്കിയപ്പോൾ ആ നിയമത്തെ പിന്നിൽ നിന്ന് കുത്താനാണ് അന്നത്തെ UDF ശ്രമിച്ചത്. UDFന്റെ ആത്മാർത്ഥ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അസുലഭമായ അവസരം കിട്ടിയതല്ലേ ശ്രീ സിദ്ദിഖ്? നിങ്ങളുടെ 1-2 UPA സർക്കാർ ഉണ്ടായിരുന്നില്ലേ? അന്നൊരു കേന്ദ്ര നിയമം കൊണ്ടുവന്നു. നിങ്ങൾ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഫുൾ ബെഞ്ചിന്റെ വിധിയെ മറികടക്കാൻ, അത് ലോ ഓഫ് ദ ലാൻഡ് ആണെന്ന് ബഹുമാനായ സിദ്ദിഖിന് അറിയില്ലേ? അത് മറികടക്കാൻ ഒരു നിയമം കൊണ്ടുവരാൻ കഴിയാത്തവരല്ലേ നിങ്ങൾ? ഞങ്ങളന്ന് അന്നത്തെ HRD മിനിസ്റ്റർ ശ്രീ അർജുൻ സിംഗിനെ പോയി കണ്ടിരുന്നു. ഞങ്ങൾ അന്ന് SFIയുടെ ഭാരവാഹികൾ അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് നിയമം കൊണ്ടുവരണം, ഞങ്ങൾ മാർച്ച് നടത്തിയതാണ്. ഒന്നും നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലും വിലപ്പോവില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ തള്ളിക്കളഞ്ഞൊരു സമരമാണ്, രക്ഷകർത്താക്കൾ തള്ളിക്കളഞ്ഞൊരു സമരമാണ്. നമുക്കെല്ലാം ഫോട്ടോകൾ പരിശോധിച്ചാൽ ആരാണ് സമരം മുട്ടം പടി. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നോക്കി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇതൊന്നും ഏശാൻ പോകുന്നില്ല. ഒരൊറ്റ ചോദ്യം, രാജേഷ്, DYFI SFI ഈ കോഴക്കരാറിനെ അംഗീകരിക്കുന്നുണ്ടോ? ഒരൊറ്റ കാര്യം. ഒരു മെറിറ്റിൽ 65,000 മാനേജ്മെന്റിലും NRIയിലും 2.5 ലക്ഷം കൂട്ടിയതായ ഈ കോഴക്കരാറിന് DYFI SFI അംഗീകരിക്കുന്നുണ്ടോ? വിദ്യാർത്ഥികളുടെ കൂടെയാണോ ശ്രീ പിണറായി സർക്കാരിന്റെ കൂടെയാണോ?
അല്ല ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന കരാറിൽ മെറിറ്റ് സീറ്റിൽ ഒരു ഫീസ്, മാനേജ്മെന്റ് സീറ്റിൽ ഒരു ഫീസ്. നിങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല. ചില കോളേജുകൾക്ക് ഒരു ഫീസ്, മറ്റു കോളേജുകൾക്ക് അതിന്റെ 3 ഇരട്ടി ഫീസ്. നിങ്ങളുടെ കാലത്ത് കോട നടന്നു, ഈ ഗവൺമെന്റ് കാലത്ത് കോട നടന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ ഈ കോഴക്കരാർ പോവാണ്. അല്ല, ഇത് കോഴക്കരാറല്ലോ. ഈ കോഴക്കരാർ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ വിദ്യാർത്ഥികളുടെ കൂടെയാണോ അതല്ല പിണറായി വിജയന്റെ സർക്കാരിന്റെ കൂടെയാണോ? കാശിക്ക് പോയോ? വ്യത്യസ്തമായ നിലപാടുണ്ടെങ്കിൽ ഇന്നത്തെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രീതി നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അപ്പീലിന് പോകാതെ സ്വാശ്രയ മാനേജ്മെന്റുകളെ സഹായിച്ച് നിങ്ങൾ ഈ വിധി വരാൻ കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആരെ സഹായിക്കാൻ വേണ്ടിയാ? കഴിഞ്ഞ വർഷം അലോട്ട്മെന്റ്, ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ഞാൻ ചോദിക്കട്ടെ ശ്രീ സിദ്ദിഖ്, കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മശക്തിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ അധ്യയന വർഷം ഒന്നാം ഘട്ട അലോട്ട്മെന്റ് നടത്തിയിട്ട് പോലും നിങ്ങൾ സ്വാശ്രയ മാനേജറുകളെ ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. 5 വർഷം ഇവിടെ കച്ചവടമായിരുന്നു, ഇനി കച്ചവടം നടക്കാൻ പോകുന്നില്ല. ശരി, എന്തായാലും ഈ സ്വാശ്രയ ചർച്ച തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാളെ സുപ്രീം കോടതിയിൽ കേരളം എന്ത് നിലപാടെടുക്കും, സുപ്രീം കോടതിയുടെ വിധി ഇക്കാര്യത്തിൽ കേരളം സംബന്ധിയായ വിധി എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് കാത്തിരിക്കുന്നത്. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരം തുടരുകയും ചെയ്യുന്നു. വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ്, ശ്രീ ടി വി രാജേഷ്, ശ്രീ അനിൽ ചർച്ചയിൽ പങ്കെടുത്തതിന്.